ഞാൻ അളിയനോട് പറഞ്ഞു, അളിയ അടുത്ത മാസം മുതൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങും. നിനക്കറിയാലോ ഞാൻ വൈറലാകാൻ വേണ്ടി മണ്ടത്തരങ്ങളും വൃത്തികേടുകളൊന്നും ചെയ്യില്ലെന്ന്. എന്തായാലും അത് നല്ല രീതിയിൽ മുന്നോട്ട് തുടർന്നു കൊണ്ട് പോകണം. നീ എന്തായാലും വേഗം തിരിച്ചു വാ. കാരണം ആദ്യം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവൻ തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്ന സ്ഥലങ്ങളായിരിക്കും നമ്മൾ പോകുന്നത്. കാരണം വേറെ മാർഗ്ഗമൊന്നുമില്ല, വേറെ സൗകര്യങ്ങളൊന്നുമില്ല, വേറെ വിഡ്ഢിത്തരങ്ങൾ ചെയ്യാനൊന്നും അറിയില്ല. അപ്പോൾ ഞാനും അവനും കൂടി അവനെയും വിളിച്ചുകൊണ്ട് ശാസ്താംപാറ, ചിതറാല്, പിന്നെ നമ്മുടെ തൃപ്പരപ്പ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോകും. എന്നിട്ട് അതൊക്കെ വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ കൊണ്ടിടും. വലിയ ഗുണമൊന്നുമില്ല, ആരും കാണാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് അവനും അറിയാം. എന്നാലും എൻ്റെ മണ്ടത്തരങ്ങൾക്കൊപ്പം അവനും കൂടെ നിൽക്കും. അതായത് ഈ ചാനൽ പോലെ വേറൊരു ചാനൽ അളിയൻ അന്നുണ്ടായിരുന്നു, അളിയൻ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അതാണ് അന്ന് ഇന്നും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ജോലിയും ചെയ്തിരുന്നത്. ഈ ജോലി സ്ഥലത്തെ പരിചയമായിരുന്നില്ല, അതിന് മുമ്പേ ഉള്ള എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജോലി ചെയ്യേണ്ടതായിട്ടും വന്നു. അങ്ങനെ പതിവുപോലെ ഓഫീസിൽ വെച്ചിട്ട് അളിയന് പെട്ടെന്ന് വയ്യാതായി. സാധാരണ തലവേദനയോ പനിയോ ചുമയോ ഒക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്, അവനും കരുതുന്നത്. അങ്ങനെ അവൻ പറഞ്ഞു, അളിയാ ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം, ഞാൻ എന്തായാലും ലീവ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ വേറൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ആശുപത്രിയിലോട്ട് പോയി. അപ്പോൾ ഞാനിത് വലിയ കാര്യമാക്കിയില്ല, ആരും ഇത് വലിയ കാര്യമാക്കിയില്ല, അവൻ പോലും വലിയ കാര്യമാക്കി കാണില്ല. കാരണം ഹോസ്പിറ്റലിലൊന്ന് പോയി, പതുപോലെ പോയി. അതുപോലെ ഒരു അസുഖം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അത്രേ ഉള്ളൂ. വയ്യാതാകുമ്പോൾ ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് പോവുക. ആ പോയ പോകിൽ പിന്നെ അളിയൻ തിരിച്ചു വന്നിട്ടില്ല. അളിയനെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയി. പിന്നെ ചേട്ടനൊക്കെ ഉണ്ട്, അനാഥനല്ല. ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. അപ്പോൾ കുഞ്ഞമ്മയുടെ മകൾ, അപ്പോൾ ചേച്ചിയുണ്ട്. ചേച്ചിക്ക് വലിയ കാര്യമാണ് അവനോട്. അപ്പോൾ വർക്കലയിലാണ് അവർ താമസിക്കുന്നത്. ഇവൻ തിരുവനന്തപുരത്ത് ഇവിടെ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി അവൻ. അങ്ങനെ അവൻ തികച്ചും അനാഥനല്ല, പക്ഷേ ആൾക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരു അസുഖം വന്ന സമയത്ത് ചേച്ചി അവനെ വർക്കലയിലോട്ട് കൊണ്ടുപോയി. എങ്ങനെ, അതായത് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇവൻ വയ്യ എന്ന് പറഞ്ഞ് പോകുന്നത്. ആശുപത്രിയിൽ പോയപ്പോഴത്തേക്ക് കുറച്ച് കൂടുതലായി. അങ്ങനെ അവൻ്റെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ചേച്ചി വന്ന് വർക്കലയിലോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ഞാൻ പിന്നെ അളിയനെ കണ്ടിട്ടില്ല. വിളിക്കുമായിരുന്നു, ഫോണിൽ വിളിക്കുമായിരുന്നു. അങ്ങനെ വർക്കലയിൽ ശിവഗിരി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ കുറേ നാളവൻ അഡ്മിറ്റായിരുന്നു. ചേച്ചി കൂടെ ഉണ്ട്, ചേച്ചിയുടെ ഭർത്താവ്, അവൻ്റെ അളിയൻ കൂടെ ഉണ്ട്, ഇവൻ്റെ സഹോദരങ്ങളെല്ലാം അവൻ്റെ അടുത്തുണ്ടായിരുന്നു, ബന്ധുക്കളെല്ലാം പോവുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നവൻ പറഞ്ഞു. അപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു അവസാന സമയങ്ങളിലൊക്കെ. പക്ഷേ എനിക്ക് അവനെ കാണാനോ അല്ലെങ്കിൽ ഞാൻ അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. അവനും എന്നോട് അത്രയും സീരിയസ് ആയിട്ട് സംസാരിച്ചില്ല. അപ്പോൾ തിരിച്ചു വരുമെന്ന് മാത്രം അറിയാം. അപ്പോൾ ഞാനോട് ചോദിക്കും, അളിയാ ഞാൻ ഒറ്റപ്പെട്ടു പോയി, നീ ഇനി എന്നാണ് തിരിച്ചു വരിക? അപ്പോൾ അളിയൻ പറയും, അളിയാ ഞാൻ എന്തായാലും അങ്ങോട്ട് ഇനി ജോലിക്ക് ഇല്ല, പക്ഷെ ഞാൻ തിരിച്ചു വരും, ഒരു 6 മാസം റെസ്റ്റ് വേണം എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറില്ല. അളിയാ എന്ന് ഞാൻ തിരിച്ചു വരും, നീ എന്നാണ് തിരിച്ചു വരുന്നത്? അപ്പോഴും ഞാൻ അവനോട് ചോദിക്കണം, നീ എന്ന് തിരിച്ചു വരും? അവൻ എങ്ങനെയെങ്കിലും അടുത്ത് വരണം, എൻ്റെ ഒപ്പം വരണം. കാരണം അവനാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ എന്ന് പറയുന്നത്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 1 2 3 4 916 ആയിട്ടുള്ള കൂട്ടുകാരിൽ ഒരാളാണ് അവൻ. അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാർ കല്യാണം കഴിഞ്ഞും മറ്റുള്ള തിരക്കുകളിലോട്ട് പോയ സമയത്ത് ഇവനാണ് എൻ്റെ കൂടെ ഫുൾ ടൈം ഉള്ളത്, എന്ത് കാര്യങ്ങൾക്കും. ഇപ്പോൾ അതായത് നമ്മുടെ പഴയ നൊസ്റ്റാൾജിക് സംഭവങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ബാലരമ, 90s ബാലരമ, 90s തൊട്ട് 2007 വരെയുള്ള ബാലരമകളൊക്കെ തപ്പി നടക്കും. അപ്പോൾ ആ ഒരു വട്ടിനോടൊപ്പം അവനും എൻ്റെ കൂടെ വരും. കാരണം നമ്മുടെ തട്ടുകളിലൊക്കെ പുസ്തകങ്ങളൊക്കെ കൊണ്ട് വിൽക്കുന്ന തട്ടുകളുണ്ട്. ഇപ്പോൾ പാളയത്താണെങ്കിലും ലൈബ്രറിയുടെ പുറകുവശത്താണെങ്കിലും അങ്ങനെ കുറേ തട്ടുകളുണ്ട്. ഈസ്റ്റ് പോർട്ട് ആണെങ്കിലും ആ തട്ടുകളിലൊക്കെ പഴയ പുസ്തകങ്ങൾ കിട്ടും. ആ പുസ്തകങ്ങളൊക്കെ തപ്പി നടക്കാറുണ്ട്. ഞാൻ അവനെയും വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കുറേ നൊസ്റ്റാൾജിക് സാധനങ്ങൾക്കൊപ്പം അവനും എന്നെ പോലെ ആയിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അവനും എൻ്റെ കൂടെ വരും, എൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം അനുസരിച്ച് നിൽക്കും. അപ്പോൾ പുസ്തകങ്ങൾ തപ്പി നടക്കും. 90s ബാലരമകൾ, പൂമ്പാറ്റകൾ, പിന്നെ പഴയ ടോയ്സ്, നമ്മുടെ പമ്പരം പോലത്തെ സംഭവങ്ങൾ, ഇതൊക്കെ ഒരുപാട് നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെ അങ്ങനെ തപ്പി നടക്കാറുണ്ട്, അതൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എന്ത് ആവശ്യത്തിനും വരും. പിന്നെ അത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള അത്രയും നല്ലൊരു കൂട്ടുകാരനായിരുന്നു അവൻ. പഴയ പുസ്തകങ്ങൾ മാത്രമല്ല, വിൻറ്റേജ് സാധനങ്ങൾ വാങ്ങിക്കാനും എൻ്റെ കൂടെ വരും. പഴയ കറക്ക് ഫോണുണ്ട്, ആ ലാൻഡ് ഫോൺ, അത് വാങ്ങിക്കാൻ എൻ്റെ കൂടെ വരും. അല്ലെങ്കിൽ ഗ്രാമഫോൺ വാങ്ങിക്കാനായിട്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കാൻ, അത് മാത്രമല്ല എന്ത് കാര്യത്തിനും എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കാൻ, അവനൊരു ചെരുപ്പ് വാങ്ങിക്കാനായിട്ട്, എനിക്ക് ഡ്രസ്സ് എടുക്കാൻ, അവനൊരു ഡ്രസ്സ് എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ, അങ്ങനെയൊക്കെ ഒരുമിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒത്തൊരുമിച്ച് പോയ ഒരു 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 കൂട്ടുകെട്ടായിരുന്നു ഞങ്ങളുടേത്. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് കൺമുന്നിൽ നിന്ന ഒരാൾ പെട്ടെന്ന് വയ്യാതായി ഹോസ്പിറ്റലിൽ പോയി, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അവനുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവനെ കാത്തു നിൽക്കും. പൂജപ്പുര അവൻ്റെ ഹോസ്റ്റലിന് മുന്നിൽ പോയിട്ട് അവനെ കാത്തു നിൽക്കും. അപ്പോൾ അവൻ വരും, ഞാനും അവനും കൂടി ഞങ്ങളുടെ പൊതുവായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടാവും, പരിചയക്കാരുണ്ടാവും. അവരുടെ പാലുകാച്ചായിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, ഒരു മരണാനന്തര ചടങ്ങായിക്കോട്ടെ, ഞങ്ങൾ ഒരുമിച്ചായിരിക്കും യാത്ര പോവുക, സംസാരിച്ച് അങ്ങനെ യാത്ര പോകും. അതുമാത്രമല്ല പല സ്ഥലങ്ങളിലും ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആയിരിക്കും, ചിലപ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കും പോവുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വൈകുന്നേരങ്ങളിൽ ആ വൈബ് ആസ്വദിച്ച് അങ്ങനെ നിൽക്കും. ആ ഗോപുരം അങ്ങനെ നോക്കി നിൽക്കുക, മേത്തമണി ബെല്ല് കേൾക്കുന്നത് നോക്കി നിൽക്കുക. എന്നിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കടകളിൽ ചെറിയ ചെറിയ കടകളുണ്ട്, അല്ലെങ്കിൽ വഴിയോര കടകൾ പോലെ ഒരുപാട് കടകളുണ്ട്.
അവിടേക്ക് അടുത്ത് പോയതിന് ശേഷം മാല അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന ചരട്, പിന്നെ ചെറിയ അലങ്കാര വസ്തുക്കളൊക്കെ നോക്കി നിൽക്കുക, വാങ്ങിക്കുക. ഇത് കൊള്ളാമോ അളിയ, ഇത് വാങ്ങിക്കട്ടെ അളിയ. അപ്പം പറയും ചുമ്മാ പൈസ കളയണ്ട എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കമ്പോളത്തിലൂടെ ചുമ്മാ ഇങ്ങനെ നടക്കുക, സാധനങ്ങൾ നോക്കി കിടക്കുക. ഇതുപോലെ തന്നെ സാധനങ്ങൾ നോക്കി കിടക്കുക, വെറുതെ ഒരു ആവശ്യമില്ലാതെ എല്ലാ കടകളിലും നോക്കി ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അളിയൻ പറയും, അളിയ ഒരു ചായ കൂടി കുടിച്ചാലോ, ഒരു ചായ നേരത്തെ കുടിച്ചു, വീണ്ടും പറയും അളിയ ഒരു ചായ കൂടി കുടിച്ചാലോ, ചായ കുടിക്കും. പിന്നെ പഴംപൊരി വേണോ, മുട്ട ബജി വേണോ, പബ്ജി വേണോ, കൺഫ്യൂഷനായി. അങ്ങനെ അത് കഴിക്കാനുള്ളൊരു സംഭവം. പിന്നെ അളിയ ഷാർജ കുടിച്ചാലോ, ഷാർജ കുടിക്കും. അങ്ങനെ കുറേ സമയം അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് സ്ഥിരം കാണാറുള്ള കിഴക്കേക്കോട്ട് ആകാശപാതയിലൂടെ ചുമ്മാ കയറി ഇറങ്ങി നടക്കും. എന്നിട്ട് അതിനകത്ത് പോയിട്ട് ഫോട്ടോസ് എടുക്കും. ഒരാവശ്യമില്ല, ആരെയും കാണിക്കാനുമല്ല, പക്ഷെ നമുക്കൊരു സന്തോഷം. ആ ഫോട്ടോസ് എടുക്കുക, എന്നിട്ട് വീണ്ടും ഇറങ്ങുക. പിന്നെ എന്നിട്ട് വീണ്ടും മ്യൂസിയത്തിലോട്ട് പോവുക, മ്യൂസിയം റേഡിയോ പാർക്കിൽ പോയിരിക്കുക, നക്ഷത്രങ്ങളെ നോക്കി ആകാശത്തെ നിഗൂഢതകളെക്കുറിച്ച് സംസാരിച്ചും ആൻഡ്രോമേഡ ഗാലക്സി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മണ്ടത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞും ആകാശത്തെ നക്ഷത്രങ്ങളെ അതിൽ നിന്ന് സാറ്റലൈറ്റുകളെ വേർതിരിച്ച് എടുത്തും, എടാ നീ അത് കണ്ടോ, ആ സാറ്റലൈറ്റ് പോകുന്നതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെ ചെറിയ പ്രായത്തിലോട്ട് പോയും. പിന്നെ നമ്മുടെ റേഡിയോ പാർക്കിൽ തന്നെ, മ്യൂസിയം വളപ്പിലെ റേഡിയോ പാർക്കിൽ തന്നെ ഒരു ടെലസ്കോപ്പ് ഉണ്ട്. ആ ടെലസ്കോപ്പിലൂടെ ചാന്ദ്ര നിരീക്ഷണം നടത്തിയും അങ്ങനെയൊക്കെ സയൻറ്റിസ്റ്റ് ആകാറുണ്ട് ഞങ്ങൾ. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. എന്നിട്ട് മ്യൂസിയം റേഡിയോ പാർക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു 10 ദുരന്തം ഞാൻ അവനോട് പറയും, ഒരു 10 ദുരന്തം അവൻ ഇങ്ങോട്ട് പറയും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് കഷ്ടപ്പാടുകളാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഭാരം ഇറക്കി വെക്കാറുണ്ട്, സമാധാനം കണ്ടെത്താറുണ്ട്. എന്നിട്ട് പറയും അളിയ ശരിയാവും, എല്ലാം ശരിയാവും, ഈ കഴിഞ്ഞ കാലമൊക്കെ മാറും, നല്ലൊരു കാലം വരും എന്നൊക്കെ പറയും. പിന്നെ ഒരുമിച്ച് ക്ഷേത്രങ്ങളിൽ പോവുക, ശബരിമലയിൽ പോയിട്ടുണ്ട്. പിന്നെ ആറ്റുകാൽ ദേവക്ഷേത്രത്തിൽ പോവുക, പിന്നെ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ പോവുക, ആഴിമല പോവുക. അങ്ങനെ അറിയാവുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുമിച്ചായിരിക്കും പോകുന്നത്. അതൊക്കെ ഒരു വല്ലാത്ത ഒരു രസമായിരുന്നു, അനുഭവങ്ങളായിരുന്നു. പിന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കും, സിനിമയെക്കുറിച്ച് സംസാരിക്കും, പൊതുകാര്യങ്ങളെക്കുറിച്ച് എല്ലാം സംസാരിക്കും. അവൻ്റെ PSC, അവനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകണം എന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി അവൻ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവണം, അത് ആ PSCയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. എനിക്കൊരു സിനിമ നടനാകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും ഇനി നടക്കൂ. കാരണം ഞാൻ ഒരുപാട് പഴയ സിനിമകൾ കണ്ടിട്ടാണ് വളർന്നു വന്നത്. പത്മരാജൻ്റെയും ലോകിദാസിൻ്റെയൊക്കെ സിനിമകൾ കണ്ടിട്ടാണ് വളർന്നു വന്നത്. അത് തന്നെയാണ് ഞാൻ മുന്നിലൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതാരും കണ്ടിട്ടില്ല, ആരെങ്കിലും എത്തിയിട്ടുമില്ല. അതുപോലെ തന്നെയാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അവനോട് ഷെയർ ചെയ്യും. അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ ജോലി, അല്ലെങ്കിൽ അവൻ്റെ സർക്കാർ ജോലി എന്ന സ്വപ്നം, അതിനെക്കുറിച്ച് അവൻ എന്നോട് ഷെയർ ചെയ്യും. അങ്ങനെ നൊസ്റ്റാൾജിക് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അതായത് നമ്മുടെ ഗൃഹാതുരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചും ജീവിതത്തെക്കുറിച്ച് വളരെ സ്വപ്നം കണ്ടും ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നടന്ന ആളുകളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നൊരു തോന്നലായിട്ട് മാറി. കാരണം ഇപ്പോൾ അവനൊരു നൊസ്റ്റാൾജിയായിട്ട് മാറി, അവനൊരു ഗൃഹാതുര സ്മരണയായിട്ട് മാറി, അവനൊരു ഓർമ്മയായിട്ട് മാറി. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ, ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിരുന്നിട്ടുണ്ടോ, ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പോലും, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് മാറി. കാരണം അവനിപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നോ, ഇതൊക്കെ സ്വപ്നമായിരുന്നോ എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരവസ്ഥയിലോട്ടാണ് ഞാൻ പോയത്. അവൻ പോയി, അവൻ ഈ ഭൂമിയിൽ നിന്ന് എന്നെ യാത്ര പറഞ്ഞു പോയി. ഞാനൊരു നായക്കുട്ടിയെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വേദന പോലും എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അളിയാ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് പൊന്നുപോലെ നോക്കിയതാണ് എൻ്റെ മീനുവിനെ. പക്ഷേ അവൾ മരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എടാ എല്ലാവരും പോവും, ഒരു ദിവസം എല്ലാവരും പോവും, അപ്പോൾ അതൊക്കെ സഹിക്കാനും ഉൾക്കൊള്ളാനൊക്കെ പഠിക്കണം. പിന്നെ നിൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഇപ്പോൾ വയസ്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ജീവിതത്തിൽ, അപ്പോൾ പറയും നീ ഇപ്പോൾ ഇത്രയും വിഷമിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിൻ്റെ മീനുകുട്ടി പോയി, അപ്പോൾ ഇനി എന്താണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ നീ ആലോചിച്ച് നോക്കും, ഇങ്ങനെ ആവാൻ പാടില്ല, എല്ലാവരും പോവും എന്നൊക്കെ അവൻ പറയും. എൻ്റെ അച്ഛനും അമ്മയും പോയില്ലേ, ഞാൻ എന്നിട്ട് പിടിച്ച് നിൽക്കുന്നില്ലേ, അതുപോലെയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയാം. ഞാൻ പറയാം അങ്ങനെയല്ല, നായക്കുട്ടിയായിട്ടുള്ള അല്ല, എൻ്റെ ഒരു അനിയത്തി കുട്ടിയായിട്ടാണ് കണ്ടിട്ടുള്ളത്, അമ്മയുടെ മകളായിട്ടാണ് ഞങ്ങൾ അവരെ വളർത്തിയത് എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പൂപ്പനും അമ്മയും വയസ്സായിരിക്കുന്ന കാര്യം പറയാം, അപ്പൂപ്പനും അമ്മയും വയസ്സായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അവരെയൊക്കെ ഒന്ന് നീ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇങ്ങനൊരു മനുഷ്യനായിട്ട് മാറരുത് എന്നൊക്കെ അവൻ പറയും. പക്ഷേ അളിയനങ്ങ് പോയി, ഇതെല്ലാം പറഞ്ഞു തന്നിട്ടും അളിയനങ്ങ് പോയി. അപ്പോൾ ഞാൻ ഒരിക്കലും അപ്പോൾ ഒരുപാട് ട്രാജഡി സംഭവിച്ചു ജീവിതത്തിൽ. മീനുക്കുട്ടി എൻ്റെ ജീവിതത്തിൽ നിന്നും പോയി. പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും വേറൊരു സാഹചര്യത്തിൽ അവരുടെ അവർക്ക് 4 മക്കളുണ്ട്, അതിലൊരു മകൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ ഞാൻ പോകാറുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ അപ്പൂപ്പയും അമ്മൂമ്മയും ഇത്രയും നാൾ ഞാൻ പിരിഞ്ഞിരുന്നിട്ടുമില്ല. അപ്പോൾ അവരങ്ങോട്ട് മാറി. അപ്പോൾ ആ വിഷമങ്ങൾ ഞാൻ പറയും, എൻ്റെ മീന് പോയി, പിന്നെ ഒരു പ്രണയം കാര്യങ്ങൾ, അത് ആരുടെയും തെറ്റല്ല, അവരുടെ തെറ്റല്ല, ആ കുട്ടിക്ക് വേറൊരു ഇത് കല്യാണം കഴിച്ച് പോകേണ്ടി വന്നു. അപ്പോൾ ഒരുപാട് ട്രാജഡികൾ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ ഇവനും അവസാനം പോയപ്പോൾ ആകപ്പാടെ തകർന്നു. ഒരു തണുപ്പ് അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ശരീരവും ആത്മാവും തമ്മിലുള്ള ഒരു ബന്ധം വേർപെട്ടതുപോലെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴാണെങ്കിലും
ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, കുടിനീരിറക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥ. എൻ്റെ ശരീരത്തിൽ ആത്മാവ് ഇറങ്ങിപ്പോയോ അല്ലെങ്കിൽ ഇറങ്ങി പോവുകയാണോ അല്ലെങ്കിൽ ആ ആത്മാവിനെ ആരെങ്കിലും പിടിച്ചു കെട്ടിക്കൊണ്ട് പോവുകയാണോ എന്നൊക്കെ തോന്നുന്നൊരു അവസ്ഥയിലോട്ട് ഞാൻ പോയി. ഭ്രാന്ത് പിടിക്കുന്ന, നെഞ്ച് വേദന എടുക്കുന്നുണ്ടോ, അതോ ഇനി ഗ്യാസ് കയറിയിട്ടാണോ, നെഞ്ച് വേദനയാണോ എന്നൊക്കെ. അവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെയാണ് പോയത്. അപ്പോൾ ഈ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ മക്കളില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകണം, അവർക്ക് എന്തെങ്കിലും ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കണം, എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, കാരണം ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് യാത്ര പറഞ്ഞു പോയി, എന്നിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എൻ്റെ ആഗ്രഹങ്ങളും സാധിക്കാതെ പോയിക്കൂടാ. അവന് വേണ്ടി കൂടി ഞാൻ നന്നാവണം എന്നുള്ളൊരു, എനിക്ക് എന്തെങ്കിലും ചെയ്താലേ പറ്റൂ, വിജയിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനിങ്ങിൽ നിന്ന്, അല്ലെങ്കിൽ അവന് പറ്റിയ ആ ഒരു അനുഭവം ആയിരിക്കരുത് എനിക്ക് ഉണ്ടാവേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ഉറച്ച ദൃഢനിശ്ചയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു യൂട്യൂബ് ചാനൽ, പഴയ യൂട്യൂബ് ചാനൽ കളഞ്ഞിട്ട് ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇതും ജനങ്ങളിലോട്ട് എത്തിക്കാനുള്ള ഗിമിക്കുകളോ അല്ലെങ്കിൽ പൊടിക്കൈകളോ അല്ലെങ്കിൽ വൃത്തികേടുകളോ അല്ലെങ്കിൽ റോഡിൽ പായിട്ട് കിടക്കാനോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ചെയ്യാവുന്ന കാര്യം നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ്. അതിലിനിപ്പോൾ റീച്ച് കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിലും ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ, അത് മരണം വരെ. അവൻ പോയതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി ചായ കുടിക്കാറുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ അറിയാതെ വിഷമം വരും, കരഞ്ഞു പോകും. പിന്നെ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് ആരും കാണൂല എന്ന് മാത്രം. പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ അളിയാ വിനീഷേ എന്ന് ചുമ്മാ വിളിയും. അപ്പോൾ ഒരുപാട് മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആൾക്കാർ വിചാരിക്കും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലേ, കാരണം എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ, കാരണം ഒന്നും ആവാതെ മരിച്ചുകൂടാ. അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യൻ പെട്ടെന്ന് പോയി എത്രയോ തെറ്റുകൾ ചെയ്തും ഈ ലോകത്തിനോടും അല്ലെങ്കിൽ മനുഷ്യരോടും സമൂഹത്തിനോടും ഒക്കെ തെറ്റ് ചെയ്യുന്ന, വൃത്തികേടുകൾ ചെയ്യുന്ന ഓരോ മണ്ടന്മാരും വൃത്തികെട്ടവന്മാരും ചെകുത്താന്മാരും ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് നല്ല ആൾക്കാരുകൾ, ഗുണമുള്ള ആൾക്കാർ മരിച്ചു പോവുകയാണ്. അത് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ദൈവം ഉണ്ടോ? പക്ഷേ എനിക്ക് അയാളെ ഒന്നും വെറുക്കാനും പറ്റുന്നില്ല, ഈ ദൈവത്തിനെ വെറുക്കാനും പറ്റുന്നില്ല. കാരണം ഒരു പ്രതീക്ഷയാണല്ലോ, ഒരു മുന്നോട്ടുള്ള ജീവിതത്തിന് ആ ഒരു പ്രതീക്ഷ വേണം. അത് അവസാനിക്കുമ്പോൾ അവസാനിക്കട്ടെ, ഇതൊക്കെ ഒരു പരീക്ഷണം. അതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നു എന്ന് കരുതിയവരൊക്കെ നമ്മളെ വിട്ട് യാത്ര പറഞ്ഞ് പോകും. അപ്പോഴും നമുക്ക് ജീവിക്കേണ്ടി വരും. അപ്പോൾ മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് കരുതിയവരെല്ലാം നമ്മളെ വിട്ട് പോകും. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യേണ്ടി വരും, ജീവിക്കേണ്ടി വരും. എന്ന് പറഞ്ഞ പോലെ വളരെ കരുത്തരായിട്ട്, ശാന്തരായിട്ട്, സമാധാനത്തോടെ നല്ല കാര്യങ്ങൾ ചെയ്ത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഉപയോഗിക്കുന്നവർ അല്ലാത്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. എന്ത് തന്നെയായാലും നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവാതെ വളരെ മാന്യമായിട്ട് തന്നെ ഈ ലോകത്തൊരു സിഗ്നേച്ചർ വെച്ച് തന്നെ പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത്. പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക, ഒരുപാട് യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക, നല്ല കാര്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുക, അങ്ങനെ അവസാനം ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് കടമകൾ നിർവഹിച്ച് പോവുക.